നല്ല മഴയുള്ളൊക്കെ സമയത്തെ സ്കൂളിൽ പോയ കുട്ടികളൊക്കെ വരുമ്പോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബജിയാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ 3 സൈഡ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ബ്രെഡ് തന്നെ നമുക്ക് മതിയാവും കേട്ടോ. ഇതന്നെ ഉണ്ടാവും ഒരു പ്ലേറ്റ് നിറയെ. ഇനി നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതേ കപ്പിന് തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചായിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അളവ് ഇതിലോട്ട് കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബജിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിട്ട് നല്ലൊരു കളറും കൂടെ കിട്ടും. നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ 1/2 കപ്പ് ഫുള്ളായിട്ട് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് തികച്ച് വെള്ളം നമ്മൾ പിന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒട്ടും കട്ടല്ലാത്തത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഓരോ ബ്രെഡും 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. മുക്കിയെടുത്തതിന് ശേഷം നേരെ നമുക്കിത് എണ്ണയിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും ഇതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് ബജി കേട്ടോ. ചൂടോടെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു സ്നാക്സ് എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.
ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.